പ്രിയ മാന്യ ശ്രോതാക്കളെ, എൻ്റെ പേര് ജയസത്യൻ, കൊട്ടാരക്കര നെടുവത്തൂര്. കൊല്ലം ജില്ലയുമായിട്ട് വളരെ ആത്മബന്ധമുള്ളതാണ്. ഞാനും എൻ്റെ അച്ഛൻ്റെ ഏറ്റവും ഉറ്റമിത്രമായിരുന്നു നമ്മുടെ എല്ലാം വിട്ടുപിരിഞ്ഞു പോയ കൊല്ലം ഓലയിൽ പൊന്നച്ചൻ വീട്ടിലെ കൃഷ്ണൻ നായർ എന്ന ജയൻ. ബേബി എന്ന ഓണപ്പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹം എൻ്റെ അച്ഛൻ്റെ ഉറ്റമിത്രമായിരുന്നു. ഇന്നും ഈ ഓണം വരുമ്പോൾ നമ്മുടെ മനസ്സിൽ എല്ലാ ഓണത്തെയും പോലെ അദ്ദേഹത്തിനെയും നമ്മൾ ഓർക്കുകയാണ്. ആ മനുഷ്യൻ്റെ ഒരു ഓണക്കാലത്തോടൊക്കെ ആയിരിക്കാം ഒരു ചിത്രം. എൻ്റെ കുട്ടിക്കാലത്ത് 8ൽ 9 പഠിക്കുന്ന ആ ഘട്ടങ്ങളിൽ അങ്ങാടി എന്നൊരു സിനിമ ഈ കൊല്ലം ജില്ലയിൽ ഈ മഹാനഗരത്തിൽ വെച്ച് പലയിടത്തും വെച്ച് ഷൂട്ട് ചെയ്തു. ഇവിടുത്തെ കൊല്ലം ജില്ലയുടെ ഈ മഹാനഗരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും സൗഹൃദങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഒരു വലിയ മനുഷ്യനും അതുപോലെ ഒരു വളരെ നല്ല മനുഷ്യനും ഒരു വലിയ മനുഷ്യ സ്നേഹി. പ്രേം നസീർ സാറിനെ പോലെ തന്നെ എല്ലാ മനുഷ്യനെയും ഒരുപോലെ സ്നേഹിക്കുകയും കാണുകയും സഹായിക്കുകയും ഒക്കെ ചെയ്ത ഒരു വലിയ മനുഷ്യനായിരുന്നു ശ്രീ ജയൻ സാർ. അദ്ദേഹത്തെ കുറിച്ച് 2 വരികൾ ഈ ഓണക്കാലത്ത് ഞാൻ കവിതയായി ആലപിക്കുകയാണ്. ജയ ജയ താരമേ പ്രിയങ്കരനെ, കൊല്ലം നാടിന്റെ പ്രിയ തോഴനെ. ജയ ജയ താരമേ പ്രിയങ്കരനെ, കൊല്ലം നാടിന്റെ പ്രിയ തോഴനെ. തേവള്ളി ഓലയിൽ പൊന്നച്ചൻ വീട്ടിലെ മണൽത്തരി മുറ്റത്ത് ഓടിക്കളിച്ചു വളർന്നയാ കാൽപ്പാട് ഇന്നുമുണ്ടോ? തേവള്ളി ഓലയിൽ പൊന്നച്ചൻ വീടിന്റെ മണൽത്തരി മുറ്റത്ത് ഓടിക്കളിച്ചു വളർന്നയാ കാൽപ്പാട് ഇന്നുമുണ്ടോ? ജയ ജയ താരമേ പ്രിയങ്കരനെ, കൊല്ലം നാടിന്റെ പ്രിയ തോഴനെ. ഗജരാജ നടത്തവും സിംഹത്തിൻ പ്രൗഢിയും മുല്ലമൊട്ടിൻ നിറയൊത്ത പല്ലുകളും. ഗജരാജ നടത്തവും സിംഹത്തിൻ പ്രൗഢിയും മുല്ലമൊട്ടിൻ നിറയൊത്ത പല്ലുകളും. വശ്യമാം ചിരിയിൽ നീ കീഴടക്കി മനുഷ്യ മനസ്സിനെ തടവിലാക്കി. വശ്യമാം ചിരിയിൽ നീ കീഴടക്കി മനുഷ്യ മനസ്സിനെ തടവിലാക്കി. ജയ ജയ താരമേ പ്രിയങ്കരനെ, കൊല്ലം നാടിന്റെ പ്രിയ തോഴനെ. അഭിനയ മോഹങ്ങൾ പൂട്ടിവച്ചു ജീവിത ഭാരങ്ങൾ ചുമലിലേറ്റി. അഭിനയ മോഹങ്ങൾ പൂട്ടിവച്ചു ജീവിത ഭാരങ്ങൾ ചുമലിലേറ്റി. അന്നത്തിനായി വണ്ടി കയറുന്ന നേരവും ചുവരിലെ ചിത്രങ്ങൾ തെളിഞ്ഞു നിന്നു. മനസ്സിൽ സിനിമാ ചിത്രങ്ങൾ തെളിഞ്ഞു നിന്നു. അന്നത്തിനായി വണ്ടി കയറുന്ന നേരവും ചുവരിലെ ചിത്രങ്ങൾ തെളിഞ്ഞു നിന്നു. മനസ്സിൽ സിനിമാ ചിത്രങ്ങൾ നിറഞ്ഞു നിന്നു. ജയ ജയ താരമേ പ്രിയങ്കരനെ, കൊല്ലം നാടിന്റെ പ്രിയ തോഴനെ. നേവിതൻ ഉദ്യോഗം കൈവടിഞ്ഞു സിനിമതൻ വാനിലെ കുതിച്ചുയർന്നു. നേവിതൻ ഉദ്യോഗം കൈവെടിഞ്ഞു സിനിമതൻ വാനിലെ കുതിച്ചുയർന്നു. താരത്തിളക്കത്തിൻ നിലയുയരും നേരവും മനസ്സിൽ നന്മകൾ നിറഞ്ഞു നിന്നു. മനസ്സിൽ നന്മകൾ നിറഞ്ഞു നിന്നു. താരത്തിളക്കത്തിൻ നിലയുയരും നേരവും മനസ്സിലെ നന്മകൾ നിറഞ്ഞു നിന്നു. മനസ്സിൽ നന്മകൾ നിറഞ്ഞു നിന്നു.
ജയ ജയ താരമേ പ്രിയങ്കരനെ, കൊല്ലം നാടിന്റെ പ്രിയതോഴനെ, മധുരാശി മണ്ണിലെ ശോളപ്പറമ്പിൽ നീ അഭിനയ മികവിനായി പറന്നുയർന്നു. മധുരാശി മണ്ണിലെ ശോളപ്പറമ്പിൽ നീ അഭിനയ മികവിനായി പറന്നുയർന്നു. വിധിയുടെ കരങ്ങളിൽ എരിഞ്ഞൊടുങ്ങി മനുഷ്യ മനസ്സിനെ കരയിച്ചുകൊണ്ടാ സ്വർണ്ണ ചിറകടിച്ച സൂര്യബിംബം സ്വർഗത്തിലേക്ക് തിരിച്ചുപോയി. മനുഷ്യ മനസ്സിനെ കരയിച്ചുകൊണ്ട് സ്വർണ്ണ ചിറകടിച്ച സൂര്യബിംബം സ്വർഗത്തിലേക്ക് തിരിച്ചുപോയി. ഇന്നും മനസ്സിൽ നിറഞ്ഞു നിൽപ്പൂ പൗരുഷമാം പുഞ്ചിരി തൂകിയ പൗരുഷരൂപമാം ജയനെന്ന താരം നിറഞ്ഞു നിൽപ്പൂ. ഇന്നും മനസ്സിൽ തെളിഞ്ഞു നിൽപ്പൂ പുഞ്ചിരി തൂകിയ പൗരുഷരൂപമാം ജയനെന്ന താരം നിറഞ്ഞു നിൽപ്പൂ. ജയ ജയ താരമേ പ്രിയങ്കരനെ, കൊല്ലം നാടിന്റെ പ്രിയതോഴനെ, തേവള്ളിയോലയിൽ പൊന്നച്ചം വീടിന്റെ മണത്തരി മുറ്റത്ത് ഓടിക്കളിച്ചു വളർന്നയ കാൽപ്പാട് ഇന്നുമുണ്ടോ, ഇന്നുമുണ്ടോ? ജയ ജയ താരമേ പ്രിയങ്കരനെ, കൊല്ലം നാടിന്റെ പ്രിയതോഴനെ. നമ്മുടെ മനസ്സിൽ ഈ ഓണക്കാലത്തും ആ വലിയ കലാകാരൻ, ആ വലിയ മനുഷ്യ സ്നേഹി നസീർ സാറിനെ പോലെ, നമ്മുടെ ഈ അടുത്ത കാലത്ത് വിട്ടുപോയ നമ്മുടെ കലാഭവൻ മണിയെ പോലൊക്കെ നല്ല മനസ്സ്നേഹവും ഒരുപാട് പേരുണ്ട്. KP ഉമ്മർ സാർ, അങ്ങനെ ഒത്തിരി പേരുണ്ട് മനുഷ്യ സ്നേഹമുള്ള. സത്യം മാഷ് ഒക്കെ, അവരെയൊക്കെ പോലെ തന്നെ ഇന്നത്തെ ജീവിച്ചിരിക്കുന്ന മാസ്റ്റർ. ഇന്ന് മമ്മൂട്ടി സാറും ലാൽ സാറും ഒക്കെ അതേ പാത പിന്തുടർന്നവരാണ്. അങ്ങനെ സ്നേഹം കൊണ്ട് അവരെ വളർത്തിയ എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുകയും അവരുടെ കയ്യിൽ നിന്നാണ് നമ്മൾ ഈ ഉയർന്ന് ചോറ്, അവരുടെ കയ്യിൽ നിന്ന് ധനം കിട്ടി വളർന്ന് നമ്മൾ വലുതായി നമ്മുടെ ആഹാരത്തിനും എല്ലാ അവസ്ഥകൾക്കും നമ്മൾ സാധ്യത ഉണ്ടാക്കിയെന്ന് മനസ്സിലാക്കിയാണ് ആ കലാകാരന്മാരൊക്കെ വളർന്നത്. അതുകൊണ്ടാണ് അവർ അത്രത്തോളം ഈ മനുഷ്യരെ സ്നേഹിച്ചത്. മനുഷ്യരെ സ്നേഹിക്കുന്നതനുസരിച്ച് അവർ കലയിൽ ദൈവം അവർക്ക് അനുഗ്രഹങ്ങൾ കൊടുക്കും, അവരെ വളർത്തും. നമുക്ക് അങ്ങനെ നല്ലൊരു ഓണം, നല്ലൊരു സ്നേഹം, മാവേലി കണ്ട നാട് പോലെ തന്നെ എല്ലാവരും ഒന്നായിട്ട് ജാതിമത ദേശങ്ങളൊന്നുമില്ലാതെ എല്ലാവരും സഹോദരേണ വാഴുന്ന ഒരു മാതൃകാ സ്ഥാപനമായി നമ്മുടെ ഈ കേരളം മാറി ഇന്ത്യക്കും ലോകത്തിനും ഒരു മാതൃകയായി മാറാൻ, ഈ കേരളത്തെ മാറ്റാൻ നാം എല്ലാം ഒരുമിച്ച് ഈ ഓണത്തോടൊപ്പം നിൽക്കാൻ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാൻ ജയസത്യൻ, ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്, സിനിമാ നടനാണ്. സീരിയലിലും ഷോർട്ട് ഫിലിമിലൊക്കെ ധാരാളം അഭിനയിച്ചു. ഇന്ന് 2 സിനിമകൾ, കാളിയാർ മഠം, IPC 302 എന്നീ സിനിമകൾ ഇനിയിപ്പോൾ തമിഴ് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ഒക്കെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ഓണത്തിൻ്റെ ആശംസകൾ ഞാൻ എല്ലാവർക്കുമായി നേരുന്നു. എല്ലാവരുടെയും സ്നേഹവും സഹകരണവും എന്നും ഉണ്ടാവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു.